السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഈ വർഷത്തെ വിശുദ്ധ റമദാനിലെ ഭൂരിഭാഗം ദിനങ്ങളും നമ്മോട് യാത്ര ചോദിച്ചു കൊണ്ടിരിക്കുന്ന, എന്നാൽ റമദാനിലെ ഏറ്റവും പ്രാധാന്യം നിറഞ്ഞ ദിനരാത്രങ്ങളിലാണ് നമ്മളുള്ളത്. ആലസ്യമൊട്ടുമില്ലാതെ, മടിയില്ലാതെ, സജീവമായി ഊർജത്തോടുകൂടി കുടുംബത്തോടൊപ്പം ഇബാദത്തുകളിൽ മുന്നേറുവാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ദിക്റുകളും പ്രാർത്ഥനകളുമായി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ സ്ഥിരമായി നമ്മൾ ചൊല്ലാറുള്ള ഒരു ദിക്റിനെ കുറിച്ചാണ് ഇൻഷാ അല്ലാഹ് ഏതാനും ചില കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ എപ്പോഴും ഉച്ചരിക്കുന്ന ദിക്റുകളിൽ ഒന്നാണ് സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്നത്. പലപ്പോഴും പല സാഹചര്യങ്ങളിലും സന്ദർഭങ്ങളിലൊക്കെ അറിയാതെയോ അറിഞ്ഞോ ഒക്കെ സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞു പോകാറുണ്ട്. ചിലപ്പോൾ ഇരുന്നിടത്തുനിന്ന് എണീക്കുമ്പോൾ വരെ അറിയാതെയൊക്കെ നമ്മുടെ നാവിലൂടെ വരുന്ന അത്രയേറെ നമ്മുടെ ജീവിതത്തോട് ഒട്ടി നിൽക്കുന്ന ദിക്റുകളിൽ ഒന്നാണ് യഥാർത്ഥത്തിൽ സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്നത്. ഇതിന്റെ ആശയവും അർത്ഥവും ഏതൊക്കെ സന്ദർഭത്തിലാണ് ഇത് പ്രത്യേകമായി ചൊല്ലണം എന്ന് പറഞ്ഞിട്ടുള്ളതും അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയാറുണ്ടെങ്കിലും എന്താണ് അതിന്റെ യഥാർത്ഥത്തിൽ അതിന്റെ അർത്ഥം എന്താണ്? സബഹ എന്ന് പറയുന്ന ഒരു പദത്തിൽ നിന്ന്, അതിന്റെ അടിസ്ഥാന ധാതുവിൽ നിന്ന് അകലെയാവുക അല്ലെങ്കിൽ ഒഴുകി നടക്കുക എന്നൊക്കെ അർത്ഥം വരുന്ന ആ പദധാതുവിൽ നിന്നാണ് യഥാർത്ഥത്തിൽ സുബ്ഹാന എന്ന് അർത്ഥം വരുന്നത്, എന്ന പ്രയോഗം വരുന്നത്. എന്ന് വെച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെ പറ്റി പറയുന്ന എന്തും അല്ലെങ്കിൽ സൃഷ്ടികളുമായി ബന്ധപ്പെട്ട എന്തിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല അകലെയാണ്. അത് ഒരിക്കലും സൃഷ്ടികളുമായി താരതമ്യം ചെയ്യാൻ പറ്റുന്ന ഒരു രൂപത്തിലല്ല അള്ളാഹു ഉള്ളത് എന്ന ഒരു അർത്ഥത്തിലാണ് യഥാർത്ഥത്തിൽ സുബ്ഹാനല്ലാഹ്, അള്ളാഹു പരിശുദ്ധനാണ്. സൃഷ്ടികൾക്ക് കുറവുകൾ ഉണ്ടാവും, പ്രയാസങ്ങൾ ഉണ്ടാവും, കുറ്റങ്ങൾ ഉണ്ടാവും. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിൽ നിന്നെല്ലാം അകലെയാണ്, പരിശുദ്ധനാണ് എന്ന ആ ഒരു അർത്ഥമാണ് യഥാർത്ഥത്തിൽ സുബ്ഹാനല്ലാഹ് എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടത്. വിശുദ്ധ ഖുർആനിൽ 41ഓളം ഇടങ്ങളിൽ സുബ്ഹാനല്ലാഹ് നേരിട്ടോ അല്ലാതെയോ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അത് ഏതൊക്കെ സാഹചര്യത്തിലാണ് ഉള്ളതെന്ന് വെച്ചാൽ, ഒന്നാമത്തത് അള്ളാഹുവിന് അനുയോജ്യമല്ലാത്ത ചില കാര്യങ്ങൾ പരാമർശിക്കുന്നിടത്ത്. എന്ന് വെച്ചാൽ അള്ളാഹുവിന്റെ മക്കളാണ്, പെൺമക്കളാണ് മലായിക്കത്തുകൾ എന്ന വാദവുമായി കടന്നു വന്നവർക്ക് മറുപടി പറയുമ്പോൾ വിശുദ്ധ ഖുർആൻ സംസാരിക്കുന്നുണ്ട്, അള്ളാഹുവിനെ അവർ പെൺമക്കളെ സ്ഥാപിക്കുന്നു എന്ന് പറയുന്നിടത്ത് തൊട്ടുശേഷം സുബ്ഹാന, അള്ളാഹു അതിൽ നിന്നൊക്കെ എത്ര പരിശുദ്ധനാണ് എന്ന് പരാമർശിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ ബഹുദൈവ ആരാധനയുമായി ബന്ധപ്പെട്ട് അതിനെ ഖണ്ഡിക്കുന്ന സമയത്ത് ലൗകാന ഫീഹിമ ആലിഹത്തുൻ ഇല്ലല്ലാഹ് ലഫസദത, അള്ളാഹു അല്ലാതെ മറ്റു ഇലാഹുകൾ ഇവിടെ ഉണ്ടായിരുന്നു ഈ ലോകത്ത് എങ്കിൽ അവിടെ കുഴപ്പങ്ങൾ ഉണ്ടാകുമായിരുന്നു എന്ന് പറഞ്ഞതിന് ശേഷം സുബ്ഹാനല്ലാഹി റബ്ബിൽ അർശി അമ്മാ യസിഫൂൻ എന്ന് വിശുദ്ധ ഖുർആൻ സംസാരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ അള്ളാഹുവിനെ ചില ഇടപാടുകാരുണ്ട്, അള്ളാഹുവിന് ചില പങ്കുകാരുണ്ട് എന്ന വാദത്തെ ഖണ്ഡിക്കുമ്പോഴും അള്ളാഹുവിന് സന്താനമുണ്ട് എന്ന് പറയുന്നിടത്തും മാകാനലില്ലാഹി അയ്യത്തഖിദ മിൻ വലദിൻ സുബ്ഹാന എന്നൊക്കെ വിശുദ്ധ ഖുർആനിൽ പരാമർശിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇതാണ് അള്ളാഹുവിന് അനുയോജ്യമല്ലാത്ത കാര്യങ്ങളെ സൂചിപ്പിക്കുന്നിടത്ത് സുബ്ഹാന എന്ന് പ്രയോഗിച്ചത് കാണാൻ കഴിയും. അതേപോലെ തന്നെ അള്ളാഹുവിന്റെ സൃഷ്ടി വൈഭവത്തെ പ്രത്യേകമാക്കി എടുത്തു പറയുന്നിടത്ത്, എന്ന് വെച്ചാൽ അള്ളാഹുവിന്റെ സർവാധിപത്യത്തെ പരാമർശിക്കുന്നിടത്ത് ഫസുബ്ഹാനല്ലദീ ബിയദിഹി മലകൂതു കുല്ലി ഷൈഇൻ വഇലൈഹി തുർജഊൻ, അള്ളാഹുവിന്റെ അടുത്താണ് എല്ലാ ആധിപത്യവും എന്ന് പറയുന്നിടത്ത് സുബ്ഹാന എന്ന് പ്രയോഗിച്ച് നമുക്ക് കാണാൻ കഴിയും. ഇണകളെ സൃഷ്ടിച്ചവനാണ് റബ്ബ് എന്ന് പരാമർശിക്കുന്നിടത്ത് സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹ, എല്ലാത്തിലും
ഇണകളെ സൃഷ്ടിച്ചു എന്ന് പരാമർശിക്കുന്നിടത്ത് അത് സൃഷ്ടികളിൽ ഒരാൾക്കും കഴിയില്ല, അത് അള്ളാഹുവിന് മാത്രമേ കഴിയൂ. അപ്പൊ അള്ളാഹുവിന്റെ പ്രത്യേകമായ സൃഷ്ടി വൈഭവത്തെ കുറിച്ച് പരാമർശിക്കുന്നിടത്ത് സുബ്ഹാന എന്ന് പറഞ്ഞ് നമുക്ക് കാണാൻ കഴിയും. ജീവിപ്പിക്കാനും മരിപ്പിക്കുവാനുമുള്ള അള്ളാഹുവിന്റെ കഴിവിനെ കുറിച്ച് പരാമർശിക്കുന്നിടത്തും സുബ്ഹാന എന്ന പ്രയോഗം നമുക്ക് കാണാൻ കഴിയും. ഇതല്ലാതെ വിശുദ്ധ ഖുർആനിൽ ഒരു പ്രാർത്ഥന പഠിപ്പിക്കുന്നുണ്ട്. യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന വിശുദ്ധ ഖുർആൻ എടുത്ത് ഉദ്ധരിക്കുന്നിടത്ത് ഇത് നമുക്ക് കാണാൻ കഴിയും. ലാ ഇലാഹ ഇല്ല അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ആ പ്രാർത്ഥനയുടെ ഒരു വാചകമായിട്ട് സുബ്ഹാന എന്ന പരാമർശം ഖുർആനിൽ കാണാൻ കഴിയും. അതോടൊപ്പം പൊതുവായി കൽപ്പന എന്നുള്ള നിലക്ക് ഫസബ്ബിഹ് ബിസ്മി റബ്ബിക്കൽ അളീം എന്ന് പറയുന്നിടത്തും വിശുദ്ധ ഖുർആനിൽ സുബ്ഹാന എന്ന് പ്രയോഗിച്ചത് നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ പ്രാർത്ഥനകളിലേക്ക് തിരിഞ്ഞു നോക്കൂ. എത്രയോ തവണ സുബ്ഹാനല്ലാഹ് എന്ന് നമ്മൾ പറയുന്നുണ്ട്. നമസ്കാരത്തിന്റെ പ്രാരംഭ പ്രാർത്ഥനകൾ എണ്ണമറ്റതുണ്ടല്ലോ, അതിലൊന്നിൽ സുബ്ഹാന എന്ന പരാമർശം നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ റുക്കൂഇൽ നമ്മൾ ചൊല്ലുന്നത്, നമ്മുടെ സുജൂദിൽ സുബ്ഹാന കടന്നു വരുന്നുണ്ട്. വാഹനത്തിൽ കയറുമ്പോൾ സുബ്ഹാനല്ലദീ സഖറ ലനാ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കയറുന്നത്. ഈ പ്രാർത്ഥനകളൊക്കെ ചൊല്ലുമ്പോൾ പ്രിയപ്പെട്ടവരെ, ആ ഒരു അർത്ഥം, ആശയം, അള്ളാഹു പരിശുദ്ധനാണ് എന്നൊരു കൃത്യമായൊരു ബോധം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം എന്നുള്ളതാണ്. സദസ്സ് പിരിയുമ്പോഴുള്ള പ്രാർത്ഥനയിലും സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക എന്ന് തുടങ്ങിയിട്ടുള്ള പ്രാർത്ഥനകൾ കാണാൻ കഴിയും. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി ഒരിക്കൽ, കലിമതാനി ഖഫീഫതാനി അലൽ ലിസാൻ, നാവിന് ലഘുവാണ് പറയാൻ, എന്നാലോ തഖീലതാനി ഫിൽ മീസാൻ, അവന്റെ നന്മയുടെ തുലാസിൽ ഭാരം തൂങ്ങുന്ന ഒരു ദിക്റിനെ കുറിച്ച് ഒരു ദിക്റിനെ കുറിച്ച് പറയുന്നിടത്ത് അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുന്നു, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം. നമുക്കറിയാം ഈ പ്രാർത്ഥന നമ്മൾ ചൊല്ലാറുണ്ടോ എന്നുള്ളതാണ്. തുലാസിൽ ഭാരം തൂങ്ങുന്ന, എന്നാൽ നാവിന് പറയാൻ എളുപ്പമുള്ള വാചകം ഏത് എന്ന് പഠിപ്പിച്ചിടത്തും സുബ്ഹാന എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇനി നമ്മൾ എപ്പോഴാണ് സുബ്ഹാനല്ലാഹ് ചൊല്ലേണ്ടത്, നമ്മൾ എപ്പോഴാണ് ഇത് ചൊല്ലേണ്ടത് എന്നതിനെ എണ്ണി പറയുകയെങ്കിൽ, ഒന്നാമത്തത് നിർബന്ധ നമസ്കാരങ്ങൾക്ക് ശേഷം പഠിപ്പിക്കപ്പെട്ടത്, നിർബന്ധ നമസ്കാരം കഴിഞ്ഞാൽ നമ്മൾ ദിക്റിലായിട്ട് ഒരു 33 തവണ സുബ്ഹാനല്ലാഹ് പറയാറുണ്ട്. അതൊരു സാഹചര്യമാണ്. അതേപോലെ തന്നെ ഉറങ്ങുന്നതിന് മുമ്പ് 33 തവണ സുബ്ഹാനല്ലാഹ് ചൊല്ലുന്നത് നമുക്ക് കാണാൻ കഴിയും. രാവിലെയും വൈകുന്നേരവും അതിന്റെ അദ്കാറുകളിൽ 100 തവണ സുബ്ഹാനല്ലാഹുമായി ബന്ധപ്പെട്ടുള്ള പരാമർശങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ ഒരു യാത്രയിലോ അല്ലാത്തപ്പോഴോ ഒരു കയറ്റം കയറി ഒരു ഇറക്കത്തിലേക്ക് എത്തുകയെങ്കിൽ, ഒരു ഇറക്കം ഇറങ്ങുമ്പോൾ അത് ഏതെങ്കിലും കോണിപ്പടികളാവാം, വാഹനത്തിലായിക്കൊണ്ടാവാം, നടന്നുകൊണ്ടാവാം, ഇറക്കം ഇറങ്ങുമ്പോൾ സുബ്ഹാനല്ലാഹ് പറയണം എന്നാണ്. നമ്മൾ ആർക്കത് അറിയാത്തത്? സുബ്ഹാനല്ലാഹ് എന്നൊരു വാക്കറിയാത്തവർ, വാക്യം അറിയാത്തവർ നമ്മൾ ആരുമില്ല. നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ എന്നുള്ളതാണ്. കയറ്റം കയറുമ്പോൾ അല്ലാഹു അക്ബറാണ്, ഇറങ്ങുമ്പോൾ സുബ്ഹാനല്ലാഹ് പറയണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ്യത്യസ്ത ഹദീസുകളിൽ നമ്മെ ഓർമ്മപ്പെടുത്തിയ വിഷയമാണ്. അതേപോലെ തന്നെ അത്ഭുതങ്ങൾ കാണുമ്പോൾ, ഈ പ്രകൃതിയിലെ വലിയൊരു അത്ഭുതം കാണുമ്പോൾ നമ്മൾ പറയണം എന്നാണ്, സുബ്ഹാനല്ലാഹ് പറയണം എന്നതാണ്. നമ്മളൊരു യാത്ര പോകുമ്പോൾ വളരെ മനോഹരമായ ഒരു കാഴ്ച കാണുന്നു, ഒരു സൃഷ്ടിക്കും അത് അങ്ങനെ സൃഷ്ടിച്ചു വെക്കാൻ കഴിയാത്ത പ്രകൃതിയുടെ ഒരു വല്ലാത്തൊരു മനോഹാരിത കാണുമ്പോൾ, അതല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഒരു സൃഷ്ടി വൈഭവത്തെ കാണുമ്പോൾ സുബ്ഹാനല്ലാഹ് എന്ന് മനസ്സറിഞ്ഞു പറയാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണമെന്നാണ്. എന്നാലും നമ്മുടെ മനസ്സിലുണ്ടാവും സുബ്ഹാനല്ലാഹ്, നമ്മൾ ഏതെങ്കിലും ഒരു ഭീതിയുള്ള സമയത്ത് സുബ്ഹാനല്ലാഹ് എന്നൊരു അത്ഭുതത്തോടു കൂടി അല്ലെങ്കിൽ ഒരു അന്താളിപ്പോടു കൂടി പറയുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ട്. ഇത് എപ്പോഴെന്ന് ചോദിച്ചാൽ, അള്ളാഹുവിന് ഒട്ടും യോജിക്കാത്ത ഒരു കാര്യം നമ്മൾ കേട്ടാൽ, ഒരു ശിർക്കിന്റെ വല്ല സംഗതികളും അള്ളാഹുമായിട്ട് ചേർത്ത് പറയുന്നത് കേട്ടാൽ, അല്ലെങ്കിൽ അള്ളാഹുവിന് ഒട്ടും അനുയോജ്യമല്ലാത്ത, അള്ളാഹുവിന്റെ പെൺമക്കളാണ് മലായിക്കത്തുകൾ എന്ന് ഒരാൾ പറഞ്ഞാൽ, അത് കേൾക്കുമ്പോൾ നമുക്ക് എന്തു പറയാം? സുബ്ഹാനല്ലാഹ് എന്ന് നമ്മൾ പറയണം എന്നാണ്. ഇത്രയും സാഹചര്യങ്ങളാണ് യഥാർത്ഥത്തിൽ സുബ്ഹാനല്ലാഹ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പറയേണ്ടുന്ന എന്ന രൂപത്തിൽ ഹദീസിൽ വന്നിട്ടുള്ളത്. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സ്വഹാബാക്കളോട് ചോദിക്കുന്നുണ്ട്, അയഅജിസു അഹദുകും അൻ യക്സിബ കുല്ല യൗമിൻ അൽഫ ഹസന, ഒരു ദിവസം 1000 നന്മകൾ നേടിയെടുക്കാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും വല്ല തടസ്സമുണ്ടോ? 1000 നന്മകൾ കിട്ടാൻ നിങ്ങൾക്ക് വല്ല തടസ്സമുണ്ടോ? ഇല്ല പ്രവാചകരെ. എന്നിട്ട് ആ സദസ്സിൽ നിന്ന് ഒരാൾ ചോദിക്കുന്നുണ്ട്, കൈഫ യക്സിബു അഹദുനാ അൽഫ ഹസന, ഞങ്ങൾ എങ്ങനെയാ 1000 നന്മകൾ നേടിയെടുക്കുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്നുണ്ട്, യുസബ്ബിഹു മിഅത തസ്ബീഹത്തിൻ, 100 തവണ നിങ്ങൾ തസ്ബീഹ് ചൊല്ലുക, ഫയുക്തബു ലഹു അൽഫ ഹസന, എങ്കിൽ അവൻ 1000 നന്മകൾ രേഖപ്പെടുത്തും. അല്ലെങ്കിലോ ഔ യഹുത്തു അൻഹു അൽഫ ഖതീഅ,
1000 പാപങ്ങൾ അവനിൽ നിന്ന് പുറത്തു കളയും, അവന് മാപ്പാക്കി കൊടുക്കുന്ന. സുഹീഹ് മുസ്ലിമിലെ 2698 ഹദീസായി ഈ സംഭവത്തെ നമുക്ക് വായിക്കാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, ഒരുപാട് ദിക്റുകളിൽ സുബ്ഹാനല്ലാഹ് എന്ന ദിക്റിന്റെ യഥാർത്ഥ അർത്ഥം എന്താണ്, അത് വിശുദ്ധ ഖുർആനിൽ പരാമർശിച്ചത് എന്താണ്, അതെന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്, ഇത് ഏതൊക്കെ സാഹചര്യത്തിലാണ് നമ്മുടെ ജീവിതത്തിൽ വരുന്നത്, നമ്മൾ എപ്പോഴാണ് ഇത് ചൊല്ലേണ്ടത് എന്നൊക്കെ നമ്മൾ പഠിച്ചു. ഇൻഷാ അല്ലാഹ് നമ്മുടെ ജീവിതത്തിൽ ഇനി ഇതിന്റെ അർത്ഥം അറിഞ്ഞുകൊണ്ട്, ആശയം അറിഞ്ഞുകൊണ്ട് സുബ്ഹാനല്ലാഹ് എന്ന് പറയാൻ നമുക്ക് പറ്റണം. അതൊരു വെറും വർത്തമാനമായി മാറാതെ മനസ്സറിഞ്ഞുകൊണ്ട് സുബ്ഹാനല്ലാഹ് എന്ന് പറയുകയും ആ രൂപത്തിൽ ആയിരക്കണക്കിന് നന്മകൾ ജീവിതത്തിലേക്ക് ചേർത്ത് നിർത്തി തിന്മകളെ മായ്ച്ചു കളഞ്ഞ് നാളെ പരലോകത്ത് വിജയം കൈവരിക്കുന്ന മുത്തഖികളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വരാനിരിക്കുന്ന ദിനരാത്രങ്ങളിൽ ഇന്നടക്കം സജീവമാകാൻ, ആരാധനകളിൽ മുന്നേറാൻ, ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന സമയത്ത് അല്ലാഹുമ്മ ഇന്നക അഫ്വൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന പ്രാർത്ഥനയും വർദ്ധിപ്പിച്ചുകൊണ്ട് ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ച് അതിന്റെ ഗുണം കിട്ടി നാളെ റയ്യാൻ എന്ന സ്വർഗ കവാടത്തിലൂടെ സ്വർഗപ്രവേശനം സാധ്യമാകുന്ന മുത്തഖികളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വആലിഹി വസല്ലം വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.